ഹായ് ഓൾ, ഞാൻ കിരൺ. PPSC എന്ന സബ്ജക്റ്റിലെ മോൾഡിംഗ് സാൻഡിൻ്റെ പ്രോപ്പർട്ടി ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള മോൾഡിംഗ് പ്രോസസ്സുകൾ ഏതൊക്കെയെന്നുള്ളതാണ്. മോൾഡിംഗ് പ്രോസസ്സ് പാറ്റേൺ മേക്കിംഗ് ചെയ്തതിന് ശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണെന്ത് മോൾഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന മോൾഡിംഗ് പ്രോസസ്സുകൾ ഏതൊക്കെ എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. രണ്ട് ടൈപ്പ് മോൾഡിംഗ് പ്രോസസ്സുകളാണ് നമുക്ക് പറയാനുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മോൾഡിംഗ് പ്രോസസ്സ് ചെയ്യുന്ന വർക്ക് പ്ലേസിനും അതുപോലെ മെത്തേഡിനും അനുസരിച്ചാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മളുടെ മോൾഡ് കൺസ്ട്രക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു മോൾഡിംഗ് ഓപ്പറേഷൻ എന്ന് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഓർമ്മയിലേക്കായിട്ട് പറയുകയാണ്, പാറ്റേൺ മേക്കിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പാറ്റേൺ ഉപയോഗിച്ച് മോൾഡിംഗ് സാൻഡിൽ മോൾഡ് ക്യാവിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് മോൾഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഫ്ലോ ചാർട്ട് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. പാറ്റേൺ മേക്കിങ്ങിന് ശേഷം പാറ്റേൺ ഉപയോഗിച്ച് മോൾഡിംഗ് സാൻഡിൽ മോൾഡിംഗ് ക്യാവിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ മോൾഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള മോൾഡിംഗ് പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അവയുടെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ വർക്ക് പ്ലേസ് ഓർ മെത്തേഡ് യൂസ്ഡ്. ഇതിൽ വരുന്ന ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ബെഞ്ച് മോൾഡിംഗ് എന്ന് പറയുന്നത്. പേരിലുണ്ട് എന്താണ് ബെഞ്ച്. നമ്മൾ മോൾഡിംഗ് ഓപ്പറേഷൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഫ്ലാസ്കുകൾ, അതായത് കോപ്പും ഡ്രാഗും, ഇത് മോൾഡറുടെ, അതായത് മോൾഡിംഗ് ഓപ്പറേഷൻ ചെയ്യുന്ന ആളെയാണ് നമ്മൾ മോൾഡർ എന്ന് പറയുന്നത്. അയാളുടെ ഒരു കൺവീനിയൻറ്റ് ഹൈറ്റിലുള്ള ബെഞ്ചിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, മോൾഡിംഗ് ഓപ്പറേഷൻ നടത്തുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തായിരിക്കും, നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന രീതിയിലുള്ള വെയിറ്റിൽ ഉള്ള ബോണ്ടുകൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോസസ്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മോൾഡറുടെ കൺവീനിയൻറ്റ് ഹൈറ്റിലുള്ള ഒരു ബെഞ്ചിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലാസ്കിൽ സാൻഡ് ഫില്ല് ചെയ്യുന്ന സാൻഡ് ഗ്രീൻ സാൻഡ് ആവാം അല്ലെങ്കിൽ ഡ്രൈ സാൻഡ് ആവാം. ഇത്തരത്തിൽ നമ്മൾ കൺവീനിയൻറ്റ് ഹൈറ്റിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ മോൾഡിംഗ് ഓപ്പറേഷൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ബെഞ്ച് മോൾഡിംഗ് എന്ന പേര് പറയുന്നത്. ഇനി നമ്മൾ ബെഞ്ച് മോൾഡിംഗ് ഓപ്പറേഷനിൽ ലൂസ് പാറ്റേൺസ് കൈകൊണ്ടാണ് പ്രഷർ അപ്ലൈ ചെയ്ത് സാൻഡ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വളരെ സമയം എടുക്കുന്നതും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള കഠിനാധ്വാനവും ഉള്ളൊരു പ്രോസസ്സായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇത്രയാണ് ബെഞ്ച് മോൾഡിങ്ങിനെ കുറിച്ച് പറയുന്നത്. നെക്സ്റ്റ് വൺ ഫ്ലോർ മോൾഡിംഗ്. നമ്മളുടെ മോൾഡിംഗ് ഓപ്പറേഷൻ നടത്തുന്ന പ്ലേസിനെ പറയുന്ന പേരാണ് എന്ത്, ഫൗണ്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ഫൗണ്ടറി ഷോപ്പിൻ്റെ ഫ്ലോറിൽ വെച്ച് ചെയ്യുന്ന മോൾഡിംഗ് ഓപ്പറേഷനെയാണ് ഫ്ലോർ മോൾഡിംഗ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നമ്മളുടെ ഫൗണ്ടറി ഫ്ലോറിൽ കോപ്പും അതുപോലെ ഡ്രാഗും, അതായത് നമ്മുടെ മോൾഡിംഗ് ഫ്ലാസ്കുകൾ, അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്ലാസ്കുകൾ ഫൗണ്ടറി ഫ്ലോറിൻ്റെ മുകളിൽ അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ പാറ്റേൺ മേക്കിംഗ് അതുപോലെ മോൾഡിംഗ് ഓപ്പറേഷനും നടത്താറ്. അത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന മോൾഡിംഗ് ഓപ്പറേഷനാണ് ഫ്ലോർ മോൾഡിംഗ് എന്നുകൊണ്ട് പറയുന്നത്. ഈ ഒരു ഫ്ലോർ മോൾഡിംഗ് ഓപ്പറേഷൻ നമുക്ക് സ്മോൾ ആൻഡ് ലാർജ് കാസ്റ്റിങ്ങിന് മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. നേരത്തെ പറഞ്ഞ അതേ ഒരു ഡിസ്അഡ്വാൻറ്റേജസ് ഇവിടെയുണ്ട്, അതായത് ടൈം കൺസ്യൂമിംഗ് ആണ്, അതുപോലെ വർക്ക് അധികം വരുന്നൊരു പ്രോസസ്സായിട്ടാണ് നമ്മൾ ഫ്ലോർ മോൾഡിങ്ങിനെ കൺസിഡർ ചെയ്യാറ്. നമുക്കിവിടെ യൂസ് ചെയ്യുന്ന സാൻഡ് എന്താ, ഡ്രൈ സാൻഡ് ഉപയോഗിക്കാം, അതുപോലെ ഗ്രീൻ സാൻഡ് ഉപയോഗിക്കാം. ക്യാൻ ബി മെയ്ഡ് ബൈ ദിസ് മെത്തേഡ് ഓൺ ദ ഫ്ലോർ വിത്ത് പ്രോപ്പർ ഫ്ലാസ്ക്. അനുയോജ്യമായ ഫ്ലാസ്കുകൾ ഉപയോഗിച്ചിട്ട് ഗ്രീൻ സാൻഡോ ഡ്രൈ സാൻഡോ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫ്ലോർ മോൾഡിംഗ് ഓപ്പറേഷൻ നടത്തുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പിറ്റ് മോൾഡിംഗ് എന്ന് പറയുന്നത്. പേരിലുണ്ട് പിറ്റ്, ഒരു കുഴിയാണ്. ഈ കുഴി നമ്മൾ കുഴിക്കുന്നത് ഫൗണ്ടറി ഫ്ലോറിൽ തന്നെയാണ്. അപ്പോൾ ഫൗണ്ടറി ഫ്ലോറിൽ കുഴിച്ചെടുക്കുന്ന ആ കുഴിയെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും, ഡ്രാഗ് പോർഷനായിട്ട് കൺസിഡർ ചെയ്യും. നേരത്തെ നമ്മൾ ഡ്രാഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഒരു ഫ്ലാസ്ക് ആയിരുന്നു. നമ്മൾ ഈ പിറ്റ് മോൾഡിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു ഫ്ലാസ്ക് ഉണ്ടാവില്ല. ആ ഫ്ലാസ്കിന് പകരം നമ്മൾ എന്താണ്, നമ്മൾ ഡ്രാഗ് എന്ന പോർഷൻ ഫൗണ്ടറി ഫ്ലോറിൽ കുഴിച്ചെടുക്കുന്ന ഭാഗമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്.
അങ്ങനെ കുഴിച്ചെടുക്കുന്ന ഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്യുക, ഡ്രാഗ് പോർഷനിൽ വയ്ക്കുന്ന പാറ്റേൺ നമ്മൾ ഫിക്സ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മെത്തേഡ് വെരി ലാർജ് കാസ്റ്റിങ്ങിന് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. അതുപോലെ നമ്മൾ ഇതിൽ ഒരു അസംബ്ലി കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്തുകൂടി ചെയ്യണം, ഈ കുഴിയുടെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ മുകൾ തട്ടിലെ ഫ്ലാസ്കായ കോപ്പിനെ വെച്ച് നമ്മൾ അസംബ്ലി കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇത്രയാണ് പിറ്റ് മോൾഡിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മെഷീൻ മോൾഡിംഗ് ആണ്. എന്തായിരിക്കും മെഷീൻ മോൾഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ മോൾഡിംഗ് പ്രോസസ്സിലെ എല്ലാ വിധത്തിലുള്ള പ്രക്രിയകളും നമ്മൾ ഒരു മെഷീൻ്റെ സഹായത്തിൽ ചെയ്യുന്നതിനാണ് നമ്മൾ മെഷീൻ മോൾഡിംഗ് എന്ന് പറയാം. മെയിനായിട്ട് ചെയ്യുന്ന 2 പ്രോസസ്സാണ്. എന്താണ്, നമ്മളുടെ പാറ്റേൺ വെച്ചതിന് ശേഷമുള്ള സാൻഡിൻ്റെ ഫില്ലിങ് നമ്മൾ ഒരു മെഷീൻ ഉപയോഗിച്ച് ചെയ്യുന്നു. അതുപോലെ തന്നെ പാറ്റേൺ മേക്ക് ചെയ്തതിന് ശേഷം, അതായത് മോൾഡിംഗ് സാൻഡിൽ നമ്മൾ പാറ്റേണിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയതിന് ശേഷം ആ ഒരു പാറ്റേൺ നമ്മളുടെ മോൾഡ് ക്യാവിറ്റിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതും ഒരു മെഷീൻ ഉപയോഗിച്ചിട്ടായിരിക്കും. ഇത്തരത്തിൽ ഈ മെയിൻ 2 ഓപ്പറേഷൻസാണ് നമ്മൾ മെഷീൻ മോൾഡിങ്ങിൽ മെഷീൻ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതായത് ഒരു മെഷീൻ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മോൾഡിൻ്റെ സൈസ് എന്തായിരിക്കാം, സ്മോൾ മുതൽ ലാർജ് സൈസ് വരെയുള്ള മോൾഡ് നമുക്ക് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതാണ് മെഷീൻ മോൾഡിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് വർക്ക് പ്ലേസിനും അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡിനനുസരിച്ചാണ് മോൾഡിംഗ് പ്രോസസ്സ് പറഞ്ഞത്. അടുത്തൊരു ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ മോൾഡിംഗ് ഓപ്പറേഷനിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രീൻ സാൻഡ് മോൾഡിംഗ്. പേരിലുണ്ട്. എന്താണ്, നമ്മൾ കൺസ്ട്രക്ഷന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രീൻ സാൻഡാണ്. അപ്പോൾ ഗ്രീൻ സാൻഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഗ്രീൻ സാൻഡ് ഇസ് എ മിക്സർ ഓഫ് എന്തൊക്കെയായിരുന്നു, സാൻഡ്, എന്ത് സാൻഡ്, സിലിക്ക സാൻഡ്, പിന്നെ ക്ലേ, വാട്ടർ. അപ്പോൾ ഈ 3 കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെൻറ്റ്സ് ചേർന്നാണ് ഗ്രീൻ സാൻഡ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഈ 3 കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെൻറ്റ്സിനെ പ്രോപ്പറായ രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ മോൾഡിംഗ് ഓപ്ഷൻ ചെയ്യുന്നതിനാണ് നമ്മൾ ഗ്രീൻ സാൻഡ് മോൾഡിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ പ്രോപ്പറായ രീതിയിൽ മിക്സ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന്, ടു ഇമ്പാർട്ട് ഡിസയേർഡ് പ്രോപ്പർട്ടീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന മോൾഡിംഗ് സാൻഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഗ്രീൻ സാൻഡ് മോൾഡിംഗ് ഓപ്പറേഷൻ ചെയ്യാറ്. അപ്പോൾ ഒരു ഗ്രീൻ സാൻഡ് മോൾഡിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതിലെ വാട്ടർ കണ്ടൻറ്റ് കുറവാണെങ്കിൽ, അഥവാ ടു ഡ്രൈ ആണെങ്കിൽ, നമ്മൾ യൂസ് ചെയ്യുന്ന സാൻഡ് ടു ഡ്രൈ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, വാട്ടർ ആഡ് ചെയ്യേണ്ടി വരും അല്ലേ. അതുപോലെ തന്നെ വാട്ടർ കണ്ടൻറ്റ് ടു വെറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിലോട്ട് ഡ്രൈ സാൻഡ് ആഡ് ചെയ്യണം. ഇത്തരത്തിലാണ് നമ്മൾ ഗ്രീൻ സാൻഡിലെ വാട്ടർ കണ്ടൻറ്റിനെ സൂക്ഷിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മളുടെ ഗ്രീൻ സാൻഡാണ് പാറ്റേണായിട്ട് കോൺടാക്റ്റിൽ വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ മോൾട്ടൺ മെറ്റൽ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഗ്രീൻ സാൻഡിൻ്റെ ടോപ്പ് മോസ്റ്റ് ലെയറാണ് നമ്മൾ ഈ മോൾട്ടൺ മെറ്റലായിട്ട് കോൺടാക്റ്റ് വരുന്നത്. അപ്പോൾ ആ ലെയർ നമ്മൾ എന്ത് ചെയ്യും, പാറ്റേണായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിരുന്ന ഫേസിങ് സാൻഡ് നമ്മൾ ഗ്രീൻ സാൻഡ് മോൾഡിങ്ങിൽ സാധാരണയായിട്ട് യൂസ് ചെയ്യാറുണ്ട്. നോർമലായിട്ട് ഫെറസ് അലോയ്സ് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രീൻ സാൻഡ് മോൾഡിംഗ് ഉപയോഗിക്കാറ്. അതുപോലെ തന്നെ ഗ്രീൻ സാൻഡ് മോൾഡിംഗ് ഓപ്പറേഷൻ ഉപയോഗിച്ച് നമ്മൾ സ്മോൾ, മീഡിയം, ലാർജ് കാസ്റ്റിങ്സ് വരെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ഇത്രയാണ് ഗ്രീൻ സാൻഡ് മോൾഡിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഗ്രീൻ സാൻഡ് മോൾഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലീസ്റ്റ് എക്സ്പെൻസീവ്. ഗ്രീൻ സാൻഡ് മോൾഡിംഗ് ഉപയോഗിക്കുന്ന പ്രോസസ്സർ എക്സ്പെൻസീവ് അല്ല. ലെസ് ഡിസ്റ്റോർഷൻ, അതായത് ബെൻഡ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് കുറവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ ബേക്കിംഗ് റിക്വയർഡ്. നമ്മൾ ഡ്രൈ സാൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തായിരുന്നു, നമ്മളൊരു ഓവനിൽ വെച്ച് അതിലെ മോയ്സ്ചർ കണ്ടൻറ്റ് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഇവിടെ മോയ്സ്ചർ കണ്ടൻറ്റ് ഒഴിവാക്കേണ്ട ഒരു
പ്രശ്നം വരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൽ ലെസ് ഡിസ്റ്റോർഷൻ, അതായത് ബെൻഡ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് എന്താണ് വളരെ കുറവാണ്. ഫ്ലാസ്ക് റെഡി ഫോർ റീയൂസ് ഇൻ മിനിമം ടൈം. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഫ്ലാസ്ക് എന്താണ് അടുത്തൊരു പ്രോസസ്സിന് തയ്യാറാക്കാൻ സാധിക്കും. ഡയമെൻഷണൽ ആക്യുറസി അക്രോസ് പാർട്ടിംഗ് ലൈൻ എന്ന് പറഞ്ഞു. ഫേസിംഗ് സാൻഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 2 ഫ്ലാസ്കിൻ്റെ ഇടയിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പാർട്ടിംഗ് ലൈനിൻ്റെ അക്രോസ് ആയിട്ട് ഡയമെൻഷണൽ ആക്യുറസി എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ലെസ് ഡേഞ്ചർ ഓഫ് ഹോട്ട് ടിയർ ഓഫ് കാസ്റ്റ്. നമ്മൾ പറഞ്ഞു നമ്മുടെ ബേക്കിംഗ് പ്രോസസ്സൊന്നും അല്ലെങ്കിൽ ഹീറ്റ് കൊടുത്തിട്ടുള്ള പ്രോസസ്സൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ടിയറിങ് എന്ന പ്രശ്നം നമുക്ക് എന്താണ് ഇവിടെ വരുന്നില്ല. ഡിസ്അഡ്വാൻറ്റേജസ് പറയുന്ന സമയത്ത് സാൻഡ് കൺട്രോൾ ഈസ് ഡിഫിക്കൾട്ട്. നമ്മൾ പറഞ്ഞു ടു ഡ്രൈ ആകുമ്പോഴും ടു വെറ്റ് ആകുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, അതിലോട്ട് അഡീഷണലായിട്ട് ഡ്രൈ സാൻഡോ അല്ലെങ്കിൽ വാറ്ററോ ആഡ് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് എന്താണ് സാൻഡിൻ്റെ കൺട്രോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇറോഷൻ ഓഫ് ദ മോൾഡ്. അപ്പോൾ ഇത് വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഇറോഷൻ പോസിബിലിറ്റീസും എന്താണ് കൂടുതലാണ്. സർഫസ് ഫിനിഷ് ഡിറ്റോറിയേറ്റ്സ് ആസ് വെയിറ്റ് ഓഫ് കാസ്റ്റിംഗ് ഇൻക്രീസസ്. അതായത് നമ്മൾ കാസ്റ്റിങ്ങിൻ്റെ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന സർഫസിൻ്റെ ഫിനിഷും അതുപോലെ ഡയമെൻഷണൽ ആക്യുറസി എന്ത് ചെയ്യും, കുറയും. ഇത്രയാണ് അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും പറയാനുള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡ്രൈ സാൻഡ് മോൾഡിംഗ് ആണ്. എന്തായിരുന്നു ഡ്രൈ സാൻഡ് എന്ന് പറഞ്ഞത്? ഗ്രീൻ സാൻഡിൽ നിന്ന് മോയ്സ്ചർ കണ്ടന്റ് ഒഴിവാക്കിയിട്ട് ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ ഡ്രൈ സാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ മോയ്സ്ചർ കണ്ടന്റ് ഇല്ലാത്ത മോയ്സ്ചർലെസ് സാൻഡാണ് നമ്മൾ എന്ത് ചെയ്യുക, മോൾഡിംഗ് പ്രോസസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലുള്ള മോയ്സ്ചർലെസ് ആയിട്ടുള്ള സാൻഡിൻ്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, അതിൽ വാട്ടറിൻ്റെ കണ്ടന്റ് എന്താണ് കുറവാണ്. അപ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് എന്തായിരിക്കും, സ്ട്രെങ്ത് വിൽ ബി മോർ. ഇനി നമ്മൾ ഡ്രൈ സാൻഡ് മോൾഡിങ്ങിൽ ഡ്രൈ സാൻഡിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, അഡിറ്റീവ്സ് ഉപയോഗിക്കും. അതായത് റെസിൻസ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ക്ലേ ആവാം. ഇത്തരത്തിലുള്ള ബൈൻഡിങ് മെറ്റീരിയൽസ് നമ്മൾ ആഡ് ചെയ്തിട്ടാണ് ഡ്രൈ സാൻഡ് മോൾഡിങ്ങിൻ്റെ സ്ട്രെങ്ത്തും അതുപോലെ ഇറോഷൻ റെസിസ്റ്റൻസും സർഫസ് ഫിനിഷും ഇൻക്രീസ് ചെയ്യാറ്. അതായത് ഡ്രൈ സാൻഡിൻ്റെ സ്ട്രെങ്ത്തും ഇറോഷൻ റെസിസ്റ്റൻസും സർഫസ് ഫിനിഷും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെസിൻസും ക്ലേയും ഒക്കെ നമ്മൾ ആഡ് ചെയ്യും. ഇത് നമ്മൾ പറഞ്ഞു ഗ്രീൻ സാൻഡിൽ നിന്നാണ് നമ്മൾ ഡ്രൈ സാൻഡ് ഉണ്ടാക്കിയെടുക്കുന്നില്ല. എങ്ങനെയായിരുന്നു, ഒരു ഓവനിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓവനിൽ വെക്കുന്ന സമയത്ത് നോർമലി 150 ഡിഗ്രി സെൽഷ്യസ് മുതൽ 300 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കി എടുത്തുകൊണ്ടാണ് അതിലെ മോയ്സ്ചർ കണ്ടന്റ് നമ്മൾ ഒഴിവാക്കാറ്. നോർമലി ഗ്രീൻ സാൻഡ് മോൾഡിംഗ് നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റീൽ കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഡ്രൈ സാൻഡ് മോൾഡിംഗ് സ്മാൾ അതുപോലെ മീഡിയം അതുപോലെ ലാർജ് കാസ്റ്റിങ്ങിനൊക്കെ ഉപയോഗിക്കാം. ഇനി നമ്മൾ വലിയൊരു കാസ്റ്റിംഗ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ബേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഓരോ പാർട്സ് ആയിട്ട് ഡ്രൈ സാൻഡ് മോൾഡിംഗ് ഉണ്ടാക്കിയെടുത്തിട്ട് അസംബിൾ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വലിയ കാസ്റ്റിംഗ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത്രയാണ് ഡ്രൈ സാൻഡ് മോൾഡിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് ഡ്രൈ സാൻഡ് മോൾഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും എന്തൊക്കെയാണ് നോക്കാം. അഡ്വാൻറ്റേജസ് സ്ട്രോങ്ങർ ദാൻ ഗ്രീൻ സാൻഡ് മോൾഡിംഗ്. എന്തുകൊണ്ടായിരിക്കും, നമ്മളതിൽ മോയ്സ്ചർ കണ്ടന്റ് റിമൂവ് ചെയ്യുന്നുണ്ട്. ലെസ് സസെപ്റ്റിബിൾ ടു ഡാമേജ് ഇൻ ഹാൻഡ്ലിംഗ്. ഇപ്പോൾ ഇത്തരത്തിൽ വാട്ടർ കണ്ടന്റ് കുറയുന്നതുകൊണ്ട് തന്നെ അത് പൊട്ടിപ്പോകാനും അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള ടെൻഡൻസി ഒക്കെ എന്താണ് വളരെ കുറവാണ്. ഓവറോൾ ഡയമെൻഷണൽ ആക്യുറസി ഈസ് മോർ. ഗ്രീൻ സാൻഡ് മോൾഡിങ്ങിൽ നമ്മൾ ആക്യുറസിനെ കുറിച്ചും അതുപോലെ സർഫസ് ഫിനിഷിനെ കുറിച്ചും പറഞ്ഞായിരുന്നു, അവിടെ കുറവാണ്. എന്നാൽ ഡ്രൈ സാൻഡ് വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് മോർ സർഫസ് ഫിനിഷും അതുപോലെ ഡയമെൻഷണൽ ആക്യുറസിയും അക്വയർ ചെയ്യാൻ സാധിക്കുന്നു. ഇനി സർഫസ് ഫിനിഷിൻ്റെ കാര്യം പറയുന്ന സമയത്ത് മോർ സർഫസ് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു വാഷ് വെച്ചിട്ട് എന്ത് ചെയ്യും, അത് കോട്ട് ചെയ്യാറുണ്ട്. ഡിസ്അഡ്വാൻറ്റേജ് നോക്കുന്ന സമയത്ത് കാസ്റ്റിംഗ് ആർ മോർ സസെപ്റ്റബിൾ ടു ഹോട്ട് എയർ. നമ്മളെന്താ ഒരു ഓവനിൽ വെച്ചാണ് ബേക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹീറ്റ് വരുന്ന സമയത്ത് ടിയർ ചെയ്ത് പോകാനുള്ള ചാൻസുകളുണ്ട്. ഡിസ്റ്റോർഷൻ ഈസ് മോർ. എന്താണ്, ഈ ഹോട്ട് പ്രോസസ്സ് കൊണ്ട് തന്നെ ബെൻഡ് ചെയ്താനുള്ള ചാൻസുകൾ എന്താണ് കൂടുതലാണ്. സ്ലോവർ പ്രൊഡക്ഷൻ.
അപ്പോൾ കുറേ ടൈം കൺസ്യൂമിങ് ആണ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഓവനിൽ വെച്ചൊക്കെ ചൂടാക്കി എടുക്കണം. അതുകൊണ്ട് തന്നെ ടൈം കൺസിഡർ ചെയ്യുന്ന സമയത്ത് എന്താണ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സ്ലോവർ പ്രൊഡക്ഷൻ മാത്രമേ നമുക്ക് ഇവിടെ നടക്കുകയുള്ളൂ. മോർ ഫ്ലാസ്ക് എക്യുപ്മെൻറ്റ്സ് ആർ നീഡഡ്. എന്തുകൊണ്ടായിരിക്കും ചിന്തിച്ച് നോക്കൂ. അതായത് ഡ്രൈ സാൻഡ് മോൾഡിങ്ങിൽ നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് പ്രൊഡക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യും, പാർട്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നു പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഓവനിലൊക്കെ വെച്ച് ഓരോ പാർട്ടിനെയും ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്, വളരെ ലാർജ് പ്രോസസ്സായിട്ട് മാറണം. അപ്പോൾ നമ്മൾ ഇതിന് നമ്മുടെ സഹായത്തിന് ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് മോർ ഫ്ലാസ്ക് എക്യുപ്മെൻറ്റ്സ് ആർ നീഡഡ് എന്ന് പറഞ്ഞത്. ഇത്രയാണ് ഡ്രൈ സാൻഡിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസും അതുപോലെ അഡ്വാൻറ്റേജസും. നെക്സ്റ്റ് വണ്ണാണ് ഷെൽ മോൾഡിങ്ങും അതുപോലെ പ്ലാസ്റ്റർ മോൾഡിങ്ങും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഷെൽ മോൾഡിങ്ങിനെ കുറിച്ചും അതുപോലെ പ്ലാസ്റ്റർ മോൾഡിങ്ങിനെ കുറിച്ചും നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അസൈൻമെൻ്റ് ആയിട്ട് തരുന്നതാണ്. Prepare note about shell molding, അതുപോലെ പ്ലാസ്റ്റർ മോൾഡിംഗ്. അപ്പോൾ ഇന്ന് ചർച്ച ചെയ്ത മോൾഡിംഗ് പ്രോസസ്സ് എന്ന പ്രക്രിയ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഞാൻ തന്ന അസൈൻമെൻറ്റ് ഷെൽ മോൾഡിങ്ങിനെ കുറിച്ചും പ്ലാസ്റ്റർ മോൾഡിങ്ങിനെ കുറിച്ചും നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.